ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം സെയിലുണ്ട്. ഈ പ്രാവശ്യം 2 സെയിലാണ് ഉള്ളത്. 1-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ, അത് കഴിഞ്ഞ പിന്നെ 12-ാം തീയതി തൊട്ട് പ്രൈം ഡേയ്സ് സെയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6-ാം തീയതി വരെയൊക്കെയുള്ളതാണ് നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് നടക്കുന്നത്. അതിലും കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നല്ല നല്ല ബ്രാൻഡ്സിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മളിട്ടത് വെച്ച് കാണണ്ടേ, നമ്മളിട്ടത് ഒരു കുർത്തി സെറ്റാണ്. ഇത് പറയണേക്കാൾ മുന്നേ ഞാൻ ആരാന്ന് അറിയണ്ടേ? ഞാൻ ഷെൽവി. അപ്പോൾ നമുക്ക് ആമസോൺ ഹോളായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇത് 2 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ കോട്ടൺ. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയൽ ഫുൾ ഇങ്ങനെ ഒരു പ്രിൻറ്റ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ യോക്കിൽ ചെറുതായിട്ട് ഒരു സ്വീക്വൻസും കാന്ത വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു പാച്ച് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഏത് കാലാവസ്ഥയ്ക്കും ഇത് പറ്റും. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. സൈഡിൽ പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സെയിം മെറ്റീരിയലിൽ തന്നെ സെയിം ഏകദേശം ഒരു പ്രിൻറ്റിൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു കളർ എന്നൊക്കെ പറയുമ്പോൾ ഇതും ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമൊക്കെ തന്നെയാണ്. ഇനി ബ്രാൻഡാണ് നമുക്ക് അറിയേണ്ടത്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഏത് കുർത്തി മേടിച്ചാലും ഭയങ്കര സാറ്റിസ്ഫൈ ഫീലിംഗ് ആണ് കേട്ടോ. ഒരു ഡിസ്കംഫർട്ടബിളോ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വൈസോ അതിൻ്റെ റേറ്റ് വൈസോ നോക്കുമ്പോൾ ഒന്നിനും ഒരു എന്താ പറയുക, നമുക്ക് മനസ്സുകൊണ്ട് തൃപ്തിയാവണ ഒരു ബ്രാൻഡ് കൂടിയാണ് ഇൻഡോ ഇറ ബ്രാൻഡ്. ഇനി നമ്മൾ ഈ ഹോളിൽ മൊത്തം കാണിക്കുന്നത് ഒരു 1000 ഉള്ളിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മൊത്തം കാണിക്കുന്നത്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ് കേട്ടോ. ലിബാസ് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കുർത്തി സെറ്റാണ് കേട്ടോ. കളർ വൈസ് സൂപ്പർ. ഇത് കുർത്തി സെറ്റ് എന്നും പറയാം, നമുക്ക് കോഡ് സെറ്റ് എന്നും പറയാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്ലെയിൻ സോളിഡ് ഷെയ്ഡാണ്. പക്ഷേ ഇതിലൊരു സെൽഫ് ഡിസൈൻ കൂടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ ആ ഒരു തുണിയിൽ തന്നെ നമുക്ക് ഒരു സെൽഫ് എംബോസ് ഡിസൈൻ കൂടിയും വരുന്നുണ്ട് കേട്ടോ. ഇനി ഓവറോൾ ലുക്ക് വൈസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ടോപ്പിന് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിലാകെയുള്ള വർക്ക് എന്ന് പറയാനായിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫ്ലീറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടമ്മി ഉള്ളവർക്ക് കുറച്ച് ഹൈഡായി നിൽക്കാനായിട്ട് ഹെൽപ്പായിരിക്കും. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അല്ല. എ ലൈനാണ് ഇത് വരുന്നത്. 1 സൈഡാണ് ഇതിൻ്റെ പോക്കറ്റ്. സാധാരണ എല്ലാവരും റൈറ്റിലാണ് വെക്കാറ് പോക്കറ്റ്, പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പോക്കറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് അല്ല, ആക്ച്വലി പലാസോ. ഇതിലും ഒരു 1 സൈഡ് പോക്കറ്റ് ഉണ്ട് എന്നൊരു സംശയം. പൊന്തിച്ച് നോക്കേണ്ടി വരും എന്തായാലും. എന്നാലും പോക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് യൂസ്ഫുൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഇത് എ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് കൈ കയറ്റാൻ പറ്റില്ല. എന്തായാലും തുണിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ വൈസ് ഫാബ്രിക് സൂപ്പർ ഫാബ്രിക്കാണ്. റയോണിൻ്റെ ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. എ ലൈനാണ്. നമുക്കിപ്പോൾ ട്രെൻഡിൽ കളിക്കുന്ന ഒരു സംഭവം. ഇതിൽ ഒരു കളർ തന്നെ ഉള്ളൂ. ലിബാസ് ആണ് ബ്രാൻഡ്. പിന്നെ ഒന്നും നോക്കില്ല, കണ്ണടച്ച് അങ്ങോട്ട് മേടിച്ചോ. അത് ഹൈലി റെക്കമെൻഡ് പീസാണ് കേട്ടോ. സ്ലീവ്ലെസ് കംഫർട്ടബിൾ ആണെങ്കിൽ നല്ല അടിപൊളി പീസാണ്. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. നോർമലി കുർത്തീസിലൊക്കെ ഞാൻ ലാർജ് സൈസാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഇത് നമുക്ക് ഇവിടം കൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പോർഷനിലും അതുപോലെ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓൾട്ടർ ചെയ്താൽ കറക്റ്റ് ആവും. ഞാൻ വിചാരിക്കുന്നു 1 സൈസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് മീഡിയം മേടിച്ച് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ സൈഡ് കറക്റ്റായിട്ട് കിട്ടിയാലോ, അപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇവിടം കൊണ്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്തായാലും ഇത് ഒരു പൊടിക്ക് ലൂസാണ്. ഓൾട്ടർ ചെയ്താൽ മതിയിടാം. ഇതൊക്കെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണത് ഇനി അതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ ലൂസ് ഫിറ്റാണല്ലോ കുറച്ചുകൂടി ട്രെൻഡിൽ നിൽക്കണത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് അധികം ഇല്ല കേട്ടോ. ജസ്റ്റ് 400 സംതിങ്ങിന് മേടിച്ചത്. കാരണം സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് ഇപ്പം നടക്കുന്നത്. ഹൈലി റെക്കമെൻഡ് പീസ്. അടുത്തത് കോഡ് സെറ്റും ഇപ്പോൾ ട്രെൻഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ടോപ്പ് ലോങ് ആയിട്ടുള്ളതുണ്ട്, ഷോർട്ട് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ടും ലോങ്ങിലും പെടാത്ത ഒരു മീഡിയം ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഏതോ ഫസ്റ്റ് ടൈം ഞാൻ മേടിക്കുന്നത് 3rd ക്വാഡ്രൻ്റ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡ് ഞാൻ മേടിച്ച് നോക്കിയത്. പക്ഷേ മേടിച്ചത് 2 കൽപ്പിച്ച് മേടിച്ചത് എനിക്ക് ഇഷ്ടമായിട്ടോ. എന്തായാലും ഇത് ഖാദി കോട്ടൺ മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ. കോട്ടൺ തന്നെ എല്ലാവർക്കും 365 ഡേയ്സ് ഓടുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഖാദി കോട്ടൺ മെറ്റീരിയൽ വരുന്നത് 2 പീസിൻ്റെ ഒരു കളക്ഷൻ കോട്ട് സെറ്റാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടോപ്പിനെ കുറിച്ച് പറയാം. ടോപ്പ് വരുന്നത് ഷർട്ട് പോലെ ഫീൽ ചെയ്യും, പക്ഷേ ഇത് ഷർട്ടല്ല,
ടോപ്പാണ്, മുകളിൽ വേണം ഇടാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ബട്ടൺ പോലെ ഫീൽ ചെയ്യാം. ഫങ്ഷനബിൾ അല്ല ഇത് ജസ്റ്റ് ഫുൾ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ടോപ്പായിട്ട് തന്നെ ഇടണം. പിന്നെ ഈ കാണുന്നത് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. 2 സൈഡിലും നല്ല പ്രിറ്റി ആയിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ എ ലൈൻ സ്റ്റൈലിലാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ പാൻറ്റ് നമുക്കൊരു ആങ്കിൾ ലെങ്ത് ആ ഒരു സ്റ്റൈലിലാണ് പാൻറ്റ് വരുന്നത്. പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരെണ്ണം വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരെണ്ണം ബ്രൗൺ ഷെയ്ഡിലും വരുന്നുണ്ട്. ബ്രൗൺ ഷെയ്ഡ് എനിക്ക് അത്ര അങ്ങോട്ട് ലുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതും ആക്ച്വലി വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ പെടും കേട്ടോ. ഇനി ബ്രാൻഡ് ഒന്നുകൂടി പറയാം, തേർഡ് എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ലിങ്കിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതിട്ടാ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ഇനി നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞില്ലല്ലോ, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇത് കോളർ നെക്കാണ് കേട്ടോ വരുന്നത്. അങ്ങനെ സ്റ്റിഫൊന്നും പറയാനല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഖാദി കോട്ടൺ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, 2 കൽപ്പിച്ചിട്ടാണ് മേടിച്ചത്. കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്ത സാൻഡിൽ എന്ന് പറയണത് ഒരു സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്, സാമ്പിൾ പ്രീമിയം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് തന്നെയാണ് ബ്രാൻഡ് എന്ന് എൻ്റെ ഒരു ഊഹം. ഇതും നല്ല ബ്രാൻഡാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സാൻഡലിന് 1500 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാതും ഡ്രസ്സൊക്കെ നമ്മൾ 1000-ൻ്റെ ഉള്ളിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈലി റെക്കമെൻഡ് പീസ് തന്നെയാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഹോളിൽ ഞാൻ കാണിച്ചത് എല്ലാതും ഒന്നും തിരിച്ചു വിടാനോ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. ഒക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഇൻഡോ എറർ ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴേ പുതിയൊരു ട്രെൻഡി കളക്ഷൻ വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ പുതിയത് ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ പിക്ക് ചെയ്തു. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോര ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കോട്ട് സെറ്റോ കുർത്തി സെറ്റോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്, വിസ്കോസ് റയോൺ മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ഫീൽ ചെയ്യുന്നില്ലേ. വീനെക്കാണ് ട്രെൻഡ്, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആ ഒരു പ്രിൻറ്റോട് കൂടി. ഇനി ഈ പ്രിൻറ്റ് വാഷ് ചെയ്യുമ്പോൾ പോവാൻ ഒരു ചാൻസ് ഇല്ല. തുണിയോട് കൂടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിൽ വീനെക്കാണ് ട്രെൻഡ് എന്ന് പറഞ്ഞു. വീനെക്കിൻ്റെ ഈ സൈഡിലൊക്കെ വർക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സീക്വൻസ് വർക്ക് അതുപോലെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് 3/4 ആണ് വരുന്നത്. ഫുൾ സ്ലീവിന് വേണമെങ്കിൽ പറയാം അല്ലേ, കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ 3/4 ആണ് സ്ലീവ്. സ്ലീവിലും കുറച്ച് പ്രത്യേകത ചെറുതായിട്ടൊരു ചെറിയ സെമി ആയിട്ടുള്ളൊരു ഫ്ലയർ പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയുന്നത് അഫ്ഗാനി സ്റ്റൈലിലുള്ള പാൻറ്റ്, 2 സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് വിത്ത് പ്രിൻറ്റ്. ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഒരു 1000 ആ റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഹോളിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കാണിക്കുന്നത് മിക്കതും 1000 ബിലോ ഉള്ള കളക്ഷൻസ് ആണ്. ഇനിയിപ്പോൾ 12-ാം തീയതി ഒക്കെ സെയിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഇനി ചിലപ്പോൾ ഇതിന് റേറ്റ് കുറയോ കൂടോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിൽ ഈ ഒരു കളറ് കൂടാണ്ട് ഒരു കളറും കൂടി ഉണ്ട്, ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറേ ബ്ലാക്ക് ആയില്ലേ, അപ്പോൾ എന്തെങ്കിലും മാറ്റി പിടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളർ പിക്ക് ചെയ്തതാണ്. ഇത് ആക്ച്വലി ആമസോണിൻ്റെ സൈറ്റിൽ കാണുമ്പോൾ കുറച്ചുകൂടിയും ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കളറിൽ. കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്ര ഡള്ള് ഷെയ്ഡ്, പക്ഷേ ഇട്ട് വന്നപ്പോഴാണ് ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഇതും റെക്കമെൻഡ് പീസാണ്, ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഇനി മിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പിടിക്കാം. എന്തായാലും ഇത് 6-ാം തീയതി വരെയുള്ള ഈ ഒരു സെയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി പ്രൈം ഡേ സെയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും മിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ ഈ കാണിച്ചത് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുറേ നല്ല നല്ല കളക്ഷൻസ് നല്ല ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെയൊക്കെ എങ്ങനെയാണ് ലിങ്ക് കിട്ടാമെന്ന് അറിയണ്ടേ, ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലിങ്ക് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകട്ടെ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല നല്ല കളക്ഷൻസ് അതുപോലെ നല്ല ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട്, വില കുറവുള്ള ഡ്രസ്സുകളൊക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.